ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നെക്കിൽ ഇതുപോലെ പിൻടെക് ഡിസൈൻ വരുന്ന ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പം അതിനായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ച്, പിന്നെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് തന്നെയാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കൂടീൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ലേ, അത് ഷോൾഡറിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി എടുത്തതിന് ശേഷമാണ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എനിക്ക് വരുന്നത് 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് വരച്ചു കൊടുക്കാം. നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ആ മടക്കുള്ള വശം കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഫ്രണ്ട് കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.25, നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഒരു 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് താഴെ വശത്ത് വെക്കാനുള്ള പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ബാക്ക് പോർഷനിൽ എലൈൻ മോഡലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ബോക്സ് പ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ ബോക്സ് പ്ലീറ്റിനായിട്ടും കുറച്ചധികം തുണി എടുക്കേണ്ടി വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എലൈൻ മോഡലിൽ നമ്മൾ ഇതുപോലെ താഴേക്ക് ചെരിച്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഈ പ്രിൻ്റുള്ള ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ യോക്കിൻ്റെ നീളം വരുന്നത് 15 ഇഞ്ചല്ലേ, അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായി ഇതിപ്പോൾ 2 പീസാണുള്ളത് പ്രിൻ്റുള്ള ക്ലോത്ത്. ഒന്ന് നമ്മൾക്ക് ഫ്രണ്ടിൽ പിൻടെക്ക് ഇട്ട് കൊടുക്കാനും മറ്റേത് നമുക്ക് ബാക്ക് പോർഷനിൽ വെച്ച് കൊടുക്കാനുമാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ബാക്ക് പോർഷൻ ലൈനിങ് കട്ട് ചെയ്തില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞു. അതായത് ലൈനിങ്ങും കട്ട് ചെയ്തു, മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു. അതായത് ഫ്രണ്ടിൽ പിൻടെക്ക് ഇട്ട് കൊടുക്കാനുള്ള പീസാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ടാപ്പ് വെച്ചിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം. താഴെ മുകളിലായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ലൈൻ വരച്ച് കൊടുക്കാൻ. എന്നിട്ട് ആ ലൈനിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കറക്റ്റ് വെച്ചിട്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ നമ്മൾ ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. പറഞ്ഞുള്ളൂ, ബാക്ക് പോർഷനിൽ നമ്മൾ എലൈൻ മോഡലിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിൽ ബോക്സ് പ്ലീറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോർഷനത്തെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ.
ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് പോർഷനിൽ നമ്മൾ എലൈൻ മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ബോക്സ് പ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫ്രണ്ട് പോർഷനിൽ കുറച്ചധികം മെറ്റീരിയൽ എടുത്ത് കൊടുക്കണം, പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളത് കൊണ്ട്. അങ്ങനെ നമ്മളെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ടോട്ടൽ ഇറക്കം വരുന്നത് 14 ഇഞ്ച്. സ്ലീവിന് നമ്മൾ പഫ് സ്ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ അതായത് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊങ്ങി നിൽക്കുന്ന പഫ് സ്ലീവില്ലേ, അതാണ് കൊടുക്കുന്നത്. അപ്പം സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ചിന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ വെക്കാനുള്ള ഈ പിങ്ക് ടെക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തുണി വെച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ കറക്റ്റ് ഒരു ടെക്കിൻ്റെ വീതി, ഒരു നമ്മൾ ടെക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വീതി ഉണ്ടല്ലോ, ഒരു 1/4 ഇഞ്ചിൽ അത്രയും മതിയാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കണം. നമ്മൾ ലൈൻ വരച്ചില്ല നേരത്തെ, ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ലൈനിൽ കൂടി നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ വീതി ഒരു 5.5 ഇഞ്ചും നീളം ഒരു 10 ഇഞ്ചിൽ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 6 ഇഞ്ച്. അതൊരു നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം. എന്നിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 2 ഇഞ്ചിൽ ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കാം. പിന്നെ അതിന് ഇപ്പം വരച്ചതിന് പുറത്തേക്കായിട്ടൊരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തുണിയിൽ നമ്മൾ അയൺ ചെയ്തെടുക്കാം. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുക്കുന്നത്. ലൈനിങ് ക്ലോത്ത് തന്നെ ഡബിളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട്, ലൈനിങ് ക്ലോത്തിനെ തന്നെ ഡബിളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പിൻടെക് ഡിസൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഈ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തല്ലോ, എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് പിൻടെക് ഡിസൈൻ ചെയ്ത ആ ഡിസൈന് നമ്മൾ ആ യോക്ക് പാർട്ടിൽ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നെക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. അതിൻ്റെ കോർണർ വശത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം അതിനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്ത് നല്ലൊരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടും. ഇതുപോലെ വരും.
അതുപോലെ നല്ല ഭംഗിയായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം തമ്മിൽ ഒരുമിച്ച് ബാക്ക് പോർഷൻ്റെ നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതാ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരികു വശം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഷോൾഡർ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. 2 സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ വശത്ത് നമ്മൾ പഫ് സ്ലീവ് തന്നെയാണ് ചെറിയ ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ട്. താഴെ വശത്ത് സ്ലീവിൻ്റെ താഴെ വശത്ത് ചെറിയ ഞൊറിവ് 2 സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ലൈനിങ് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ മെയിൻ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനാണ് ഞാൻ കാണിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾക്ക് 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ വീതി ഒരു 27 ഇഞ്ച് എടുക്കണം. നമ്മൾക്കത് ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും തുണി നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ബോക്സ് പോലെ എടുത്തു കൊടുക്കാം. ഇതുപോലെ ബോക്സ് പോലെ എടുത്തതിന് ശേഷം അത് ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അത് ഇതുപോലെയാണ് ഒന്ന് മടക്കി കൊടുത്തപ്പം കിട്ടുന്നത്. ഇനി നമ്മൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, നമ്മൾ മടക്കി കൊടുത്തില്ലേ ബോക്സ് പോലെ, അതിലൂടെ സ്റ്റിച്ചിങ് കൊടുക്കണം. അതായത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ലൈനിങ് ക്ലോത്ത് ഫസ്റ്റ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വേണം നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ലൈനിങ് ക്ലോത്തിന് മുകളിലായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ബോക്സ് പോലെ എടുത്തു കൊടുക്കാം. ഇതുപോലെ ബോക്സ് പോലെ എടുത്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടുത്തത് ഒരു ബോക്സ് പോലെ ഇങ്ങനെ അതിന് ജോയിൻ്റ് ആയിട്ട് മടക്കി കൊടുക്കാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ മടക്കി കൊടുത്തില്ലേ അതിൻ്റെ മുകളിലേക്കായിട്ടൊരു സ്റ്റിച്ചിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് നീളത്തിൽ. അതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മടക്കി കൊടുത്തില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഒരു 3 ഇഞ്ച് നീളത്തിൽ ഇത്രയും മതിയാവും. നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ സൂചി നിർത്തി കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ മടക്കിലേക്കും സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു 3 ഇഞ്ച് നീളത്തിൽ. എന്നിട്ട് അവിടെ സൂചി കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് രണ്ടാമത്തെ മടക്കിലേക്കും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മുകളിലേക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ മടക്കിലും അതേപോലത്തെ സ്റ്റിച്ച് കൊടുക്കണം. കുട്ടികളുടെ സ്കേർട്ടിലൊക്കെ ചെയ്യുന്നില്ല അതുപോലെ. ചില സ്കേർട്ടിൽ ബോക്സ് പ്ലീറ്റ് സ്കേർട്ടിൽ ഇതുപോലത്തെ സ്റ്റിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു കള്ളിയായിട്ട്
ഒരു ബോക്സ് പോലെ അങ്ങനെ കിട്ടും. ഇനി അതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല ഭംഗിയായിട്ട് തന്നെ വരും. ഇതിൻ്റെ അടിവശത്ത് ലൈനിങ് ഉണ്ട്, ഇതുപോലെ ലൈനിങ് ഉണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബോട്ടം പാർട്ട് നമ്മൾ യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട് പോർഷൻ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതാണ്. ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അതും ബാക്ക് പാർട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ 2 പോർഷൻ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണോ നിങ്ങളുടെ ഷേപ്പ് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ബാക്കി വന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ താഴെ വശത്തൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ മൊത്തം നമ്മൾ 47 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ഇറക്കം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 46 ഇഞ്ചിൽ കിട്ടും. പിന്നെ നമ്മൾ സ്ലീവിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ താഴെ സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കാനാണിത്. ഒരു 3 ഇഞ്ച് വീതിയിലുള്ളൊരു പീസാണ് ഇത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ബൈ.